സമൂസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരമാണോ? കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അതീവ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. സമൂസയും ജിലേബിയും ഒക്കെ ഈ പുകവലി പോലെ തന്നെ കണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കടകളിൽ വെക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജങ്ക് ഫുഡും പുകയില പോലെ തന്നെ മാരകമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണത്രേ ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക ഭക്ഷ്യസാധനത്തെ ഉദ്ദേശിച്ചല്ല, പൊതുവേ ഉള്ളൊരു നിർദ്ദേശം മാത്രമാണ് എന്നുള്ളൊരു വിശദീകരണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞില്ല അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് പോയാൽ അവിടെ പഞ്ചസാരയുടെ ഉപഭോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ വേണ്ടി സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് തൂക്കണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ അവിടെയും നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതശൈലിക്കനുസരിച്ച് ഭക്ഷണശൈലിയും മാറുകയാണോ എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. അജിംസ, നമ്മുടെ ഡയറ്റ് സംസ്കാരം മൊത്തത്തിലങ്ങ് മാറാൻ പോവാണോ? ഇല്ല, ഈ ഒരു കാലത്ത് ഈ 90കളിലൊക്കെ 80കളിലും 90കളിലൊക്കെ ട്രെയിനിൽ പുകവലിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആഷ്ട്രേ ഉണ്ടാവും, സിഗരറ്റ് വിൽക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തട്ടിൽ ഇങ്ങനെ സിഗരറ്റായിട്ട് വരും. ആളുകൾ ട്രെയിനിലിരുന്ന് തന്നെ സിഗരറ്റ് വലിക്കുക. നമുക്ക് ഇന്ന് ആലോചിക്കാൻ കഴിയും. അത് ബസ്സിലിരുന്ന് ആളുകൾ സിഗരറ്റ് വലിക്കുമായിരുന്നു. പുകവലി പാടില്ല എന്ന് എഴുതി വെച്ചാൽ പോലും ബസ്സിലിരുന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. കല്യാണ വീടുകളിൽ വലിയ പാത്രത്തിൽ. അപ്പോൾ എൻ്റെയൊക്കെ കൗമാരകാലത്ത് ഒരു കൗമാരക്കാരൻ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ അത് പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഹെൽത്ത് ആസ്പെക്റ്റൊന്നും ആരും നോക്കുന്നില്ല. ഞാനൊരു മുതിർന്ന ആളായി, മീശ വന്നു, ഇനി ഞാൻ ഒരു സിഗരറ്റ് വലിച്ച് കളയാം, അതായിരുന്നു അന്നത്തെ ഒരു ഫാഷൻ. പക്ഷേ ഇന്നത് നോക്കുക, ഇന്ന് ചെറുപ്പക്കാർക്ക് അങ്ങനെ സിഗരറ്റ് വലിച്ച് പൗരുഷം തെളിയിക്കേണ്ട ആവശ്യമില്ല, മറ്റു പലതും വലിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ മാറി വരുന്ന ആരോഗ്യാവബോധത്തിൻ്റെ. ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് പുകവലി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് ഉണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് തലത്തിൽ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് പോലും വലിയ തോതിലുള്ള ഒരു ചിലവ് കുറയ്ക്കുന്നൊരു പരിപാടിയാണ് ആളുകൾ സിഗരറ്റ് വലി ഉപേക്ഷിക്കുക എന്നുള്ളത്. കാരണം സിഗരറ്റ് വലിച്ച ആൾക്കാർക്കുണ്ടാകുന്ന അസുഖങ്ങൾ ചികിത്സിക്കാൻ സർക്കാരിന് വേറെ തന്നെ ഫണ്ട് കണ്ടെത്തേണ്ടി വരുന്നു. ഇപ്പോൾ ഭരണകൂടം തന്നെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? ഇത്തരത്തിലുള്ള അസുഖങ്ങളല്ല, പകരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾ ചെറിയ കുട്ടികളിലേക്ക് പോലും വ്യാപിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഗൗരവമുള്ളൊരു കൺസേണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ, മുമ്പ് 80കളിലും 90കളിലും ഷുഗർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസക്കാരാണ് എന്നുള്ളത് തെളിവായിരുന്നു. ഷുഗറാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് പണമുള്ള ആളുകൾക്കാണ് ഷുഗറൊക്കെ ഉണ്ടാവും. പണിയൊന്നും എടുക്കാതിരിക്കുന്ന BP ഷുഗറൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല പൈസക്കാർ, ഒരു പണിയൊന്നും എടുക്കുക, ശാരീരിക അധ്വാനം ഇല്ലാത്ത നല്ല പൈസക്കാരായ ആൾക്കാർ ഉണ്ടാവുന്നതാണ്. ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗർ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ജീവിതശൈലി മാറിയപ്പോൾ ശരീരം അനങ്ങുന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ കുട്ടികൾ ഇന്ന് കളിക്കുന്നില്ല, സ്കൂൾ വിട്ട് നിന്ന് കളിക്കാൻ പോകില്ല, അവർ നേരെ മൊബൈലെടുത്ത് ഗെയിം കളിക്കുകയാണ്, അവരുടെ ശരീരം അനങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറയുന്ന ജങ്ക് ഫുഡ്സ്, അതുപോലെ ചോക്ലേറ്റുകൾ, സ്വീറ്റ്സ്, ഇതെല്ലാം ധാരാളമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്, സ്കൂൾ കുട്ടികൾക്ക് പോലും. ആ സമയത്താണ് ഈ മഹാരാഷ്ട്ര സർക്കാർ ഈ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് വേണം എന്ന് പറയുന്നത്. അതൊരു നല്ല തീരുമാനമാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളവും തമിഴ്നാടൊക്കെ ധാരാളമായി അരിയാഹാരം കഴിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ കൂടുതൽ അരിയാഹാരം കഴിക്കുമ്പോൾ ഡയബറ്റീസിനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കി, ഒരു സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞാൽ 12.5 ഗ്രാമാണ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിലെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 4 സ്പൂൺ ചോറ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ സ്പൂണാണ് പറയുന്നത്. നമ്മളൊരു ദിവസം എത്ര ടേബിൾ സ്പൂൺ ചോറ് കഴിക്കുന്നുണ്ട്? അപ്പോൾ എത്ര ഷുഗറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാർബ്സിൻ്റെ അതിപ്രസരം നമുക്കുണ്ടാക്കുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കാൻ സർക്കാരിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരികയാണ്. അതൊരു ഹെൽത്ത് ബർഡനായിട്ട് സ്റ്റേറ്റിന് മുമ്പിൽ വരികയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇടപെടേണ്ട ഒരു പ്രശ്നമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തടയാൻ ആവശ്യമായ ബോധവൽക്കരണം. അത് അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ വ്യായാമത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്, മുമ്പൊക്കെ വ്യായാമം ചെയ്യേണ്ടതില്ലായിരുന്നു, കാരണം കായികാധ്വാനം ധാരാളമായി ചെയ്യുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കായികാധ്വാനം കുറഞ്ഞു എന്ന് തന്നെ പറയാം. നമുക്കിവിടെ കായികാധ്വാനമുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത്. ഓക്കെ, ഇന്ന് ഈ പറയുന്ന ഡയറ്റ്, നമ്മൾ ഈ ഭക്ഷണ നിയന്ത്രണം, അതുപോലെ വ്യായാമം എന്ന് പറയുന്നത് ഒരു ലക്ഷറിയായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ലക്ഷറിയാണ്. കാരണം ഇപ്പോൾ പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഡയറ്റ് ചെയ്യുക എന്നുള്ളതും വ്യായാമം ചെയ്യുക എന്നുള്ളതും ലക്ഷറിയാണ്. കാരണം വ്യായാമം ചെയ്യാൻ സമയം വേണം. രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച്
വ്യായാമം അസാധ്യമായ കാര്യമാണ് പലപ്പോഴും. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഇറങ്ങി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഡയറ്റ് എന്ന് പറയുന്നതും ലക്ഷറിയാണ്. കാരണം സാധാരണ ലഭ്യമായ ഭക്ഷണങ്ങൾ കഴിക്കുക, അരിയാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവുന്നു, അത് ഒബിസിറ്റി ഉണ്ടാവുന്നു, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഡയറ്റിന് വേണ്ടി പ്രത്യേകമായ ഭക്ഷണശീലങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് വിൽക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും വില കൂടുതലാണ്. അതുപോലെ ഡയറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന എല്ലാ ഭക്ഷണ വസ്തുക്കൾക്കും വില കൂടുതലാണ്. അപ്പോൾ അത് എത്രമാത്രം പാവങ്ങൾക്ക് അഫോർഡബിൾ ആകുന്നുള്ള ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ കേവലമായ നിയന്ത്രണങ്ങൾ, കേവലമായ മുന്നറിയിപ്പുകൾക്കപ്പുറം ഒരു സമൂലമായ പരിവർത്തനം വേണം. ആളുകളുടെ ജീവിത രീതി തന്നെ മാറ്റുന്ന രീതിയിൽ, ഭക്ഷണ രീതിയും വ്യായാമശീലവും എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു പോളിസി ആവിഷ്കരിക്കാനുള്ളൊരു ഡിസ്കഷൻ സർക്കാർ തുടങ്ങേണ്ട ഒരു അടിയന്തര സമയമാണ്. കാരണം അതല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകുന്ന അവസ്ഥ വരും. അത്രമാത്രം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പകർച്ചവ്യാധികൾ നമ്മുടെ ഒരു പ്രശ്നമാണ്. പകർച്ചവ്യാധികളല്ലാത്ത ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ അറിയാം. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിൽ തന്നെ, അയൽവാസികളിൽ തന്നെ എത്ര പേർക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടെന്ന് നോക്കിയാൽ അറിയാം. അതൊരു സൊസൈറ്റിയെ സംബന്ധിച്ച്, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് വലിയ ഭാരമായി മാറുന്നൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ ചെറിയ ചെറിയ പരിഹാര മാർഗ്ഗങ്ങളല്ല, പകരം മൊത്തം നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പോളിസി ഭരണകൂടം രൂപപ്പെടുത്തേണ്ട അടിയന്തര സമയമാണിതെന്ന് തോന്നുന്നു. നിഷാദ് എങ്ങനെയാണ് ഈ നിർദ്ദേശത്തെ കാണുന്നത്? നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഞാൻ 1-2 വർഷം മുമ്പ് തന്നെ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മധുരത്തെക്കുറിച്ച്, നമ്മളെല്ലാ ദിവസവും മധുരം കഴിക്കുന്നു, പായസം കുടിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, മധുരമിട്ട ചായ എല്ലാ ദിവസവും കുടിക്കുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അതിനെക്കുറിച്ചൊരു ഞാൻ ഒരു റീല് കണ്ടാണ്. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നു. അവസാനം ഡോക്ടറോട് സംസാരിക്കുന്നു. അന്ന് നിർത്തിയാണ് പഞ്ചസാര എന്ന് പറയുന്ന സംഗതി. അത് മധുരമിട്ട് പഞ്ചസാര അല്ല, ചായ കുടിക്കുന്ന ഏർപ്പാട്. നമുക്ക് ഗുണപരമായ മാറ്റം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ കുറേ വെയിറ്റ് കുറയും, പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉന്മേഷം ഫീൽ ചെയ്യും, നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആണെന്നൊക്കെ തോന്നുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ്. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും ചോറ് കഴിച്ചുകൊണ്ടിരുന്ന പാരമ്പര്യമാണ് എൻ്റെ കുറേ കാലം. ഒരു സുപ്രഭാതത്തിൽ അതും രാത്രി നിർത്തുന്നു. അതുണ്ടാക്കിയ ഇമ്പാക്റ്റും ചേഞ്ചും ഭയങ്കര മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുകയാണല്ലോ. എവിടെ പോയാലും ഷുഗർ കട്ട് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. ആളുകൾ അതിനെ കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അത് നമുക്ക് ഗുണമില്ലാതെ മറ്റൊന്നും കൊണ്ടുവരില്ല എന്നാണ്. അത്രയും അപകടം അമിതമായി ഉപയോഗിച്ചാൽ, ഷുഗർ പൂർണ്ണമായും ഉപേക്ഷിക്കുക ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ ചോറ് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഒരു പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് ഈ കാർബ്. അപ്പോൾ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അതിനകത്തൊരു കൺട്രോൾഡ് ആവുക എന്നതിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പം നേരത്തെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാര്യം ജിംസ് പറഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ള നാടുകളെന്നാണ് ഇന്ത്യ എന്ന് കാണണം. അത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ അത് കൂടിയേ വരുന്നു. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ചേഞ്ചായി. പണ്ടത്തെ പോലെ എല്ലാവർക്കും പൂർണ്ണമായിട്ടും നിരത്തി നൽകി പണിയെടുക്കേണ്ട, പറമ്പിൽ പണിയെടുക്കേണ്ട, അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതാവുക. ലോകത്ത് മുഴുവൻ ആളുകളുടെ ഒരു വർക്ക് കൾച്ചർ, ശാരീരിക അധ്വാനത്തിൻ്റെ സംസ്കാരം എന്നത് പൂർണ്ണമായിട്ടും മാറിയല്ലോ. അപ്പോൾ അതിന് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ജനസമൂഹമാണ് ഇന്ത്യക്കാർ. അപ്പോൾ നമ്മളത് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്ക്, മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ആളുകളുടെ ഹെൽത്ത്, അതിനുവേണ്ടി പുതിയ കാലത്ത് സ്വീകരിക്കേണ്ട, അഡോപ്റ്റ് ചെയ്യേണ്ട പുതിയ സംഗതികൾ, ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ കൺസേണുള്ള നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ സമൂസയെക്കുറിച്ചും ജിലേബിയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉയർന്നു വരുന്നത്. പഞ്ചസാരയുടെ നിയന്ത്രണത്തെക്കുറിച്ച് മഹാരാഷ്ട്രയിലെ സർക്കാർ സംസാരിക്കുന്നത് അത് പ്രധാന കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ കാര്യമുണ്ട്, ഇത് ഭയങ്കര ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയും എല്ലാ ദിവസവും ആളുകൾ നമ്മളെ പലതരത്തിൽ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു റീൽ കണ്ടു, അത് നിങ്ങളൊന്ന് പോയി ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരു നരകത്തിലാണ്, നിങ്ങളിപ്പോൾ മരിക്കാൻ പോകുകയാണെന്ന് തോന്നിപ്പിക്കും. ചിലപ്പോൾ ആളുകൾ പറയും, ബീഫ് കഴിച്ചോ, നശിച്ചു നീ. അടുത്ത റീലിലേക്ക് പോകുമ്പോൾ, ബീഫ് കഴിച്ചില്ലെങ്കിൽ തീർന്നു നിൻ്റെ ജീവിതം, നീ എങ്ങനെ ജീവിക്കും? ഈ തരത്തിലുള്ള പ്രൊഫഷണൽസ് അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾ ഒരു മോഡ് ഓഫ് സംഗതി പറയും, ഒരു ജിം ട്രെയിനർ ഓട്സ് കഴിക്കുകയും ചെയ്തത്. ഇങ്ങനെ സീരിയസ്ലി ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ പലതരത്തിൽ വഴിതെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ട്രെൻഡ് പലതരത്തിൽ ഇപ്പോൾ അശാസ്ത്രീയമായ ഡയറ്റ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. വളരെ പ്രൊഫഷണലാണെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എന്ത് കഴിക്കണം, ഈ സംഗതി കഴിച്ചാൽ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ തടി കൂടും, കുറയും, നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കാൻ പോകുന്നു, നിങ്ങളുടെ ഫാറ്റി ലിവർ അവസാനിപ്പിക്കാനതായ ഒറ്റ മാർഗ്ഗം. നമ്മളിപ്പോൾ ഗസായെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ ആൾക്കാരൊന്നും ഷുഗർ കുറയാൻ ഈ മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടില്ലേ? അങ്ങനെ ഈ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട സംഗതി ഭയങ്കര വിപണിയാണ്. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള കഥകൾ വരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഫേസ്ബുക്ക് പേജുകൾ, അതിലെല്ലാം വരുന്ന ഉപദേശങ്ങൾ. തെറ്റായ ഡയറ്റ് എടുത്തതിൻ്റെ പേരിൽ ആരോഗ്യം നശിച്ചു പോവുകയും മരിച്ചു പോവുകയും ചെയ്ത ആൾക്കാരുടെ കഥകൾ നമ്മൾ ഈ സമീപകാലത്ത് വായിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിനൊരു പ്രശ്നമുള്ളത് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഭരണകൂടങ്ങൾക്ക് ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ അപകടകരമായ കളിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. അത് ശാസ്ത്രീയമായിരിക്കണം എല്ലാ കാര്യവും. തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്, തടി കൂട്ടണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, കുറച്ചുകൂടി എനർജറ്റിക് ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ ഈ പറഞ്ഞ ഇതൊരു വലിയ വിപണിയായി മാറുകയും സമൂഹ മാധ്യമങ്ങൾ ട്രെൻഡിങ് സബ്ജക്റ്റായി മാറുകയും ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെയുള്ള ഉപദേശം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇന്നത് ഒഴിവാക്കുക, നാളെ മുതൽ അത് കഴിക്കരുത്, ഇത് കഴിച്ചാൽ നശിച്ചു, മറ്റത് കഴിച്ചാൽ നേട്ടം എന്നതിൽ നമുക്ക് കുറച്ചുകൂടി ജാഗ്രത വേണം. അതിനെപ്പോഴും നമ്മൾ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും കഴിക്കാനേ പാടില്ലെന്നാണ് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്. ചക്കപ്പുഴുക്ക് കഴിക്കരുത്, കപ്പ നിങ്ങൾ കഴിക്കാൻ പാടില്ല, ചോറ് നിങ്ങൾ ഒരു നേരം കഴിക്കാവൂ, ആ കഴിക്കുന്നത് തന്നെ 1-2 കപ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, മധുരക്കരുത് കഴിക്കണം. അപ്പം നമ്മൾ സത്യത്തിൽ ബാക്കി എന്ത് കഴിക്കും? ബാക്കി എന്ത് കഴിക്കണമെങ്കിലും ഈ പറയുന്ന ദൈനംദിനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾക്കകത്തുനിന്ന് കിട്ടേണ്ട ഊർജ്ജ സംഗതികളുണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ പിന്നെ ബദൽ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ഹൈലി എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു സ്ഥലത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ സംഗതികൾ കഴിച്ചു വന്ന മനുഷ്യന്മാർ അതെങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും, അഫോർഡബിൾ ആവുമെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ ഒരു ഭക്ഷണ സംസ്കാരവും പാരമ്പര്യമുണ്ട്. അതിനെ മൊത്തമായി മാറ്റിമറിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി, ഭയങ്കര പാടുള്ള കാര്യമാണ്. ഒരു ഭരണകൂടം രാവിലെ ഇന്ത്യ പോലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ മൊത്തം ഭക്ഷണ സംസ്കാരം ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചാൽ നഗരങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ. നഗരങ്ങളിലെ ആളുകൾ, ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാർ, ആരോഗ്യ അവബോധമുള്ള ആൾക്കാർ, അവരാണ് ഈ പറയുന്ന ഷുഗർ കട്ടിനെക്കുറിച്ചും കാർബ് കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും വർക്കൗട്ടിനെ കുറിച്ചും ചിന്തിക്കുക. ഗ്രാമീണ മേഖലയിലെ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലത്തുള്ള ഈ ഡയറ്റ് പക്കയായിട്ടുള്ള ഫുഡ് അവൈലബിൾ ആണോ എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നതിന് പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതിന് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതിനകത്തൊരു വിശാലമായ പദ്ധതി ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ഒരു എന്താണ് ബോധ്യം ഉണ്ടാവണം. അതിൽ നമ്മൾ എല്ലാ വാതിലും തുറന്ന് കിട്ടുന്നതെല്ലാം എടുക്കാൻ പാടില്ലാത്ത തരത്തിൽ കുറച്ചുകൂടി ഒരു ധാരണ നമുക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എല്ലാവർക്കും ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ഉണ്ടാവുക. ഈ ഷുഗർ കട്ടിനെക്കുറിച്ച് പറയുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇത്രയും കാലം ഞാനിവിടെ പഞ്ചസാര കഴിച്ചാൽ എനിക്കൊന്നും ഇല്ലെന്ന്. പഞ്ചസാര കഴിച്ചിട്ടൊന്നും പറ്റാത്ത ആൾക്കാരുണ്ടാവും. സിഗരറ്റ് വലിച്ചിട്ട് 90 വർഷം ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. മദ്യപിച്ചിട്ട് ലിവർ സിറോസിസ് വരാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ വന്നവരാ കൂടുതൽ എന്ന കാര്യത്തിൽ എന്ന ബോധ്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യ അവബോധം ഉണ്ടാവുക. ആ ചർച്ച എപ്പോഴും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, അതുതന്നെയാണ്. ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും വീണ്ടും നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്.